ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേജുകൾ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാനിങ്ങനെ തപ്പി നടന്നപ്പം ഒരു രക്ഷയില്ല, നമുക്ക് പേജസ് എവിടെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. സോ ഫൈനലി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേജുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെയിൻ പേജിൽ പോയിട്ട് ഇവിടെ കണ്ടു നമ്മുടെ അക്കൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിത് ഇപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ്. ഇത് എന്താ പറയുന്നത്, പെർമനന്റ് ഡിലീറ്റ് ചെയ്യണം. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പേജിലേക്ക് നിങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ ഒരു പേജാണ് കിട്ടുന്നത്. അപ്പം അതിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ പോകണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഈ കൊടുത്തേക്കുന്ന സെറ്റിങ്സ് ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ഈ വേർഡിൽ അല്ല ഈ കൊടുത്തേക്കുന്ന പേരിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ യൂസ് പേജ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ പേജിലാണ്. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എഡിറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ എന്താ പറയുന്നത്, ഫോട്ടോസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, കവർ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഇതെല്ലാം വന്നു. ഇനി നമ്മൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സ്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഈ സെറ്റിങ്സ് കാണുമല്ലോ, ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളടത്ത് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പയ്യെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടും, യുവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തായിട്ടുള്ള ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ഡീആക്ടിവേറ്റ് പേജ് ആൻഡ് ഡിലീറ്റ് പേജ്. ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഡീആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പേജ് വിൽ ബി ഡിസേബിൾ ആൻഡ് ഇറ്റ്സ് നെയിം ആൻഡ് ഫോട്ടോ വിൽ ബി റിമൂവ്ഡ് ഫ്രം മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഇറ്റ് ഷെയർഡ്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് നിങ്ങൾ ഈ പേജ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഷെയർ ചെയ്ത് എല്ലായിടത്തും പോകും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡിലീറ്റ്. ഈ ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ടുള്ളതാണ്. അപ്പം എന്താ, യു വോണ്ട് ബി ഏബിൾ ടു റിട്രീവ് ദ കണ്ടന്റ് ഇൻഫർമേഷൻ എല്ലാം. അതായത് നിങ്ങൾ ഈ പേജിലിട്ടേക്കുന്ന എല്ലാ ഇൻഫർമേഷനും അവിടെ പോകുന്നതാണ്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡിലീഷൻ പേജാണ്, ഡിലീറ്റ് പേജാണ്. സോ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജുകളിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ, ഡൗൺലോഡ് ഇൻഫോ ഉണ്ട്. ട്രാൻസ്ഫർ എ കോപ്പി ഓഫ് യുവർ ഇൻഫർമേഷൻ, അത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബിഫോർ യു ഡിലീറ്റ് യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് യു ക്യാൻ ട്രാൻസ്ഫർ എ കോപ്പി ഓഫ് ഇൻഫർമേഷൻ ടു അനദർ സർവീസ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് ഒരു പാസ്വേഡ് ചോദിക്കും. അത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ തന്നെ പാസ്വേഡാണ്. ഞാനിവിടെ എൻ്റെ പാസ്വേഡാണ് കൊടുക്കുന്നത്. കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നമുക്കൊരു വാർണിംഗ് ഇത് വരും, നിങ്ങൾ പെർമനന്റ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ നമ്മൾ ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ, കുറച്ച് സമയമൊന്നും വേണ്ട, മീൻസ് ഒരു 30 സെക്കൻഡ്സ് അല്ലെ ഒരു 1 മിനിറ്റിനുള്ളിൽ കണ്ടോ ആ സംഭവം കംപ്ലീറ്റ് പോയി. അപ്പം നേരെ എൻ്റെ പേജിലേക്കാണ് വന്നേക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇനി ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്